നാടക ഡ്രസ് സ്റ്റേജിലിടാതെ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്ത് പറ്റി? എന്തിനെങ്ങനെ ഓടുന്നേ? ഒന്ന് നിക്ക. ഹലോ, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തമാകില്ല. എന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ ഞാൻ ആരാണെന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതിനേക്കാൾ പ്രധാനമായി നിങ്ങൾ എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ അവിടെ ഇരിക്കുന്ന എന്റെ അമ്മയുടെ ശരീരം സംരക്ഷിക്കാനാവില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓടുന്നത്. ആദ്യം എന്നെ പിന്തുടരുന്നത് നിർത്തൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകൂ. ദയവ് ചെയ്ത് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എന്നെ കണ്ടെത്താനുള്ള ശ്രമം നടത്തരുത്. അവരത് എങ്ങോട്ട് പോയി? ഇവിടെ എവിടെയും കാണുന്നില്ല. മിസ് മായക്കാരിയെ പോലെ പോയി മറഞ്ഞു. അവരെങ്ങോട്ട് പോയി? ഇദ്ദേഹം ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. എന്നെ പിന്തുടരുകയാണ്. ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് എങ്ങനെയാണ് പറഞ്ഞയക്കുക? ഇനിയും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി നോക്കാം. അല്ലെങ്കിൽ അദ്ദേഹം എന്നെ അന്വേഷിച്ച് വീണ്ടും തിരിച്ചു വന്നേക്കാം. എടി നാഗകന്യകേ, ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടോ? നിന്നെ ഞാൻ കണ്ടുപിടിക്കൂടി. നിന്റെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെ കൊന്നുവോ അതുപോലെ നിന്നെയും കൊന്ന് അതിനുശേഷം ആ നാഗമാണിക്യം എവിടെയുണ്ടെന്ന് കണ്ടെത്തി ഞാനത് എന്റേത് മാത്രമാക്കൂടി. നീ എന്റെ വരവും കാത്തിരിക്കുകയാണല്ലേ? നീ എന്നെ കാത്തിരിക്കുകയാണോ അതോ എന്റെ വരവും ഭയന്ന് നീ ഓടി ഒളിക്കുകയാണോ? നീ എന്നെ പേടിച്ച് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ശരി, നിന്നെ ഞാൻ വെറുതെ ഈ സ്ഥലമോ? ഇത് ഞാനെന്ന നാഗമാണിക്യത്തിന് വേണ്ടി നാഗരാജാവുമായി ഏറ്റുമുട്ടിയ ഗുഹയല്ലേ? അദ്ദേഹത്തെ മരണാവസ്ഥയിൽ എത്തിച്ചത് ഇവിടെ വെച്ചാണ്. അപ്പോ ചിലപ്പോ ആ നാഗകന്യക ഇവിടെ തന്നെ ഉണ്ടാവും. ഏയ് നാഗകന്യകേ, നീ എവിടെയാണ്? എവിടെ ഒളിച്ചിരിക്കുകയാണ് നീ? ഇത്രയും നാളെ ഈ തക്ഷകവനത്തിലെ ഗുഹയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന് ഞങ്ങളെല്ലാം പറ്റിക്കുകയായിരുന്നു അല്ലേ? വാ, നിന്റെ ശക്തി എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇന്ന് നിന്റെ അവസാനമാണ് നാഗകന്യകേ. എന്തായാലും ഞാൻ ഇന്ന് നിന്നെ ബലി കൊടുത്തിരിക്കും. നിന്റെ അച്ഛനെ കൊന്ന ഇതേ സ്ഥലത്ത് വെച്ചേനെ ഞാൻ നിന്നെയും വധിച്ചിരിക്കും. വാ നാഗകന്യകേ, വാ. നാഗകന്യകേ, നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ? ഇന്ന് ഈ രുദ്രൻ നിന്റെ മരണം കാണാതെ മടങ്ങില്ല. എവിടെയാണ് നീ? വാ. സ്വാമി, അതെ, സ്വാമിയോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ആ നാഗകന്യക എവിടെയാണുള്ളതെന്ന്. സ്വാമി,
സ്വാമി, സ്വാമി. ജയ് മഹാകാല. എന്താ രുദ്ര, നാഗകന്യയെ കണ്ടെത്തിയോ? ഇല്ല സ്വാമി, ഈ ഗുഹയ്ക്കുള്ളിലും അവളില്ല. എവിടെയാണ് പോയതെന്ന് അറിയില്ല സ്വാമി. അവൾ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ സാധ്യതയില്ല രുദ്ര. അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. സമാധാനത്തോടെ അന്വേഷിക്കൂ. ലഭിക്കും, ഉറപ്പായും ലഭിക്കും. എന്റെ ദിവ്യദൃഷ്ടിയിൽപ്പെട്ടിടത്തോളം അവൾ ആ ഭാഗത്ത് തന്നെയുണ്ട്. ആ ഗുഹയിൽ അജ്ഞാതമായ ഏതോ സ്ഥലത്ത് അവൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അന്വേഷിക്കുക, സമാധാനമായിട്ട് അന്വേഷിക്കുക. തീർച്ചയായും ലഭിക്കും. കിട്ടിയാൽ ഉടൻ തന്നെ അവളെ വലിച്ചിഴച്ച് ഇവിടേക്ക് കൊണ്ടുവാ. ശരി സ്വാമി. ജയ് മഹാകാല. എവിടെ പോയിരിക്കുകയാണ് നാഗകന്യകെ? നീ എവിടെ ഒളിച്ചിരിക്കുകയാണ്? പുറത്തേക്ക് വാ, വാ. ഇല്ല, എന്റെ കടമയും എന്റെ ലക്ഷ്യത്തെയും എനിക്ക് നേടിയേ മതിയാകൂ. അമ്മയുടെ ശരീരം ഞാൻ അവിടെ വച്ചിരിക്കുകയാണ്. എത്രയും വേഗം എനിക്ക് ഗുഹയ്ക്കുള്ളിൽ എത്തണം. എവിടെ പോയി ഒളിച്ചിരിക്കണം നാഗകന്യക? ഞാൻ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വരുന്നത് കണ്ട് എന്നെ പേടിച്ച് നീ എവിടെയോ ഒളിച്ചിരിക്കുകയാണടി. നീയാണോ പ്രതികാരദാഹി? എന്നെ കൊല്ലാനായിട്ട് അങ്ങ് നാഗലോകത്തുനിന്ന് വന്നിരിക്കുന്നു. പാവപ്പെട്ട എന്റെ സുഹൃത്തിനെ നീ അങ്ങ് കൊന്നിട്ട് ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ? നിനക്ക് പ്രതികാരം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ വാ, എന്നെ കൊന്നിട്ട് പോ. എന്നെ ഒന്ന് എതിർത്ത് പോരാടി നോക്ക് നീ. അപ്പോ ഞാൻ സമ്മതിക്കാം. വാ, വാ നാഗകന്യകേ, വാ. നീ പേടിച്ചൊതുങ്ങി എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? ഇതാണോടി നിന്റെ ശക്തി? വാ, ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ.
എന്താ ഇത്? ഈ പാമ്പിന്റെ ശരീരം വല്ലാതെ അങ്ങ് തിളങ്ങുന്നുണ്ടല്ലോ. ഇതേതോ പ്രതികാരദാഹിയായ നാഗത്തിന്റെ ശരീരമാണെന്ന് തോന്നുന്നു. ഇതിന് ജീവനുണ്ടോ അതോ ചത്തു കാണോ? ഇത് ചത്തുപോയ ഒരു നാഗമാണ്. അപ്പോ ഇത് ആ നാഗകന്യകയുടെ മാതാവിന്റെ ശരീരമായിരിക്കും. എന്തായാലും സ്വാമിയോട് ചോദിക്കാം. ഒരു പക്ഷേ ഇത് നാഗകന്യകയുടെ മാതാവിന്റെ ശരീരമാണെങ്കിൽ ഇത് വെച്ച ആ നാഗകന്യക ഒരു പാഠം പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതെന്റെ പക്കലുണ്ടെങ്കിൽ ആ നാഗകന്യക ഇത് എടുക്കാനായി എന്നെ തേടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴവളെ വലിച്ചിഴച്ച് ഞാൻ ആരാധിക്കുന്ന മൂർത്തിക്ക് ബലി കൊടുക്കും. അത് കഴിയുമ്പോൾ ആ നാഗമാണിക്യം എവിടെയുണ്ടെന്ന് എന്റെ മുന്നിൽ തെളിഞ്ഞിരിക്കും. ആ നാഗമാണിക്യം എന്റെ കൈകളിലേക്ക് വന്നാൽ പിന്നെ ഈ ലോകം ഭരിക്കുന്നത് ഈ രുദ്രനായിരിക്കും. അത് നടന്നിരിക്കും. ഏയ് നാഗകന്യകേ, ഈ മൃദു ശരീരം എടുക്കാൻ നീ എന്റെ അടുക്കലേക്ക് വന്നേ മതിയാകൂ. നീ വരാതെ എവിടെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. വാ. വരികയും വേണ്ട. അഥവാ അദ്ദേഹം തിരിച്ചു വന്നാൽ ഞാൻ ഇവിടെ വന്ന കാര്യം പൂർത്തിയാവില്ല. ഇത് കാണുമ്പോ ഞാൻ പണ്ട് കൊന്നുകളഞ്ഞ നാഗറാണിയുടെ ശരീരമാണെന്ന് തോന്നുന്നു. ഇത് തിരിച്ചെടുക്കാനായിട്ട് ആ നാഗകന്യയ്ക്ക് എവിടെയാണെങ്കിലും എന്റെ മുന്നിൽ വന്നേ മതിയാകൂ. അവൾ വന്നിരിക്കും. ഇത് നാഗറാണിയുടെ ശരീരമാണോ അല്ലയോ എന്നറിയാൻ സ്വാമിജിയോട് ചോദിച്ചാൽ മതിയാകും. ഇത്രയും നാള് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നില്ലേ? നിന്നെ പിടിക്കാൻ ഞങ്ങൾ ഓരോ തവണ ശ്രമിക്കുമ്പോഴെല്ലാം നീ നിന്റെ ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെടുമായിരുന്നില്ലേ? ഇനി എന്റെ കയ്യിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ മൃദുശരീരം ഒരു ചൂണ്ടയായി ഉപയോഗിച്ച് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ഞാൻ നിന്നെ പിടിച്ചിരിക്കും നാഗകന്യകെ. നാഗകന്യകെ, നിന്നെ ഞാൻ പിടിച്ചിരിക്കുവടി. ഇനി നീ എന്തൊക്കെ വിചാരിച്ചാലും ശരി, എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്റെ മുന്നിൽ നീ വന്നേ മതിയാവൂടി നാഗകന്യകെ.
ആരും ഇപ്പൊ പോയല്ലോ. ആരെയും കാണുന്നില്ല. നേരത്തെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ആരോ നാടക ഡ്രസ് ഇട്ടുകൊണ്ട് പോയി. അവരെ ഫോളോ ചെയ്ത് വന്നപ്പോ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. എനിക്കെന്താ ഇന്ന് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? നേരത്തെ അവിടെ വെച്ച് അനന്യയുടെ ശബ്ദം കേട്ടതും സത്യമാണോ അല്ലയോ എന്ന് ഇപ്പൊ എന്റെ സംശയം. നോ ചാൻസ്. നേരത്തെ കേട്ടത് അനന്യയുടെ ശബ്ദം തന്നെയാണ്. അവൾ ഇവിടെ തന്നെയുണ്ട്. അവക്കെന്തോ പറ്റിയെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പോ തന്നെ അവൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമായിരുന്നു. ഇല്ല, അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്നെ ഈ കാട്ടിൽ എവിടെ പോയി തിരയാനാ? നടന്ന് നടന്ന് എന്റെ കാലൊക്കെ വേദനിക്കുക. ഇല്ല, എനിക്ക് എന്റെ അനന്യ ഉറപ്പായും കണ്ടുപിടിക്കണം. ഈ അനന്യ ഇത് എവിടെയായിരിക്കും? അനന്യ! എടോ അനന്യ! എന്റെ അനന്യ! എവിടെ പോയി ഇവള്? അനന്യ! അമ്മയുടെ ശരീരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അനന്യ, ഇന്നു മുതൽ നീ വളരെയധികം സൂക്ഷിക്കണം. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് ചെറിയമ്മ? എന്ത് കഷ്ടമാണിത്? എന്റെ അമ്മയുടെ ശരീരം ഞാൻ എങ്ങനെയാണ് വീണ്ടെടുക്കുക? അതിന് ആ മഹാദേവൻ തന്നെ നിനക്ക് വഴികാട്ടണം അനന്യ. നീ എന്തുകൊണ്ടാ മടങ്ങി വരാൻ താമസിച്ചത്? നീ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ആ ദുഷ്ടൻ നിന്റെ അമ്മയുടെ ശരീരം എടുത്തുകൊണ്ട് പോകുന്നത് നിനക്ക് തടയാമായിരുന്നു. അത് മാത്രമല്ല, നിന്റെ ശത്രുവിനെ നിനക്ക് കയ്യിൽ കിട്ടുമായിരുന്നു. നിനക്ക് അവനെ കൊന്ന് നിന്റെ പകയെല്ലാം തീർക്കാമായിരുന്നു. അവന് എന്തോ ഒരു വിശേഷപ്പെട്ട ശക്തിയുണ്ട് അനന്യ. അതുകൊണ്ടാണ് അവൻ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. നിനക്ക് സൂചന നൽകാൻ പോലും കഴിയാതിരുന്നത്. ഇപ്പോൾ നീ തന്നെ എന്തെങ്കിലും ചെയ്യണം അനന്യ.
ഞാൻ എന്ത് ചെയ്യാനാ ചെറിയമ്മ? വേഗം വരാന്ന് വിചാരിച്ചതാ. പക്ഷെ ആ അർജുൻ എന്നെ ഒരുപാട് ദൂരം പിന്തുടർന്ന് വന്നു. അദ്ദേഹത്തെ ഒഴിവാക്കി വരുന്നതിനിടയ്ക്ക് സമയം കുറച്ചു പോയി. അതിനിടയിൽ അമ്മയുടെ ഈ ശരീരം ഇപ്പോൾ വിഷമിച്ചിട്ട് എന്താ കാര്യം അനന്യ? നിനക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നതല്ലേ, അർജുൻ എന്ന ആ മനുഷ്യന് നിന്റെ മനസ്സിൽ ഒരിക്കലും സ്ഥാനം കൊടുക്കരുതെന്ന്. പക്ഷെ നീ അത് കേട്ടില്ല. ഇപ്പൊ നോക്ക് എന്താ സംഭവിച്ചെന്ന്. അവൻ കാരണം നിനക്ക് ഓരോരോ കാര്യങ്ങളിലും വീഴ്ചയാണ്, എല്ലാം പ്രശ്നങ്ങളാണ്.